തുണി എടുത്തു തരാമോ? കണ്ണി പോയി വിടുന്നെടുത്തോ? കണ്ണ് ഈ തുണിയല്ല ഒരു ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ പേര് അൽഫി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ 4th ഡേ ആണ്. അപ്പം നമ്മൾ 4th ഡേയിൽ നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ കിട്ടുന്ന ഈസിലി അവൈലബിൾ ആയിട്ടുള്ള തക്കാളിയാണ് എടുത്തത്. തക്കാളി ഇല്ലാത്ത വീടുണ്ടോ? എല്ലാ വീട്ടിലും തക്കാളി അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പുറത്തൊന്നും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് തക്കാളി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് തക്കാളി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ തക്കാളി കൊണ്ട് നമുക്ക് ഡെയിലി മാസ്ക് അപ്ലൈ ചെയ്യാം. ചുമ്മാ ആണെങ്കിലും ചുമ്മാ നടക്കുന്ന ടൈമിന് എന്താ പറയുക, ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുന്ന ടൈമിലൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നടക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു പാക്കാണ് തക്കാളി എന്ന് പറയുന്നത്. തക്കാളിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാൻസ്, അതായത് കരിവാളിപ്പ് കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സ് കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിനെ നല്ല വൈറ്റൻ ചെയ്യുക. വൈറ്റനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാക്ട് കളറിനെ ഭയങ്കരമായിട്ട് വൈറ്റൻ ചെയ്യുന്ന നാളെ ഞാൻ ഇത് തേച്ച് ഐശ്വര്യ റായി ആവും അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ എക്സാക്ട് കളറിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നതാണ് വൈറ്റനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു കളർ ഉണ്ടല്ലോ, അത് നമുക്ക് വെയിലേറ്റും മങ്ങിയും അങ്ങനെയൊക്കെ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ടൊക്കെ എന്താ പറയുക, ഇങ്ങനെ കളറ് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ എക്സാക്ട് കളറിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നതിനെയാണ് വൈറ്റനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇന്ന് ഇത് ഞാൻ അപ്ലൈ ചെയ്ത് നാളെ തൊട്ട് ഞാൻ ചുമന്ന് കൊടുക്കും എന്നല്ല കേട്ടോ. നമ്മുടെ എക്സാക്ട് കളറിനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുന്നതിനെയാണ് വൈറ്റനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു എക്സാക്ട് കളറുണ്ടല്ലോ, നമ്മുടെ ഒറിജിനൽ കളറിനെ നിലനിർത്താനായിട്ടാണ് ഇതൊക്കെ ശ്രമിക്കുന്നത്. അതായത് ഈ തക്കാളി പോലത്തുള്ള പാക്ക് നമ്മുടെ സ്കിന്നിൻ്റെ കരുവാളിപ്പ് കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സ് കുറയ്ക്കാനും സ്കിന്ന് വൈറ്റൻ ചെയ്യിക്കാനും സ്മൂത്തിൻ ചെയ്യിക്കാനും യങ്നെസ് നിലനിർത്താനും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ 13 ഇയേഴ്സ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്തെങ്കിലും പാക്കുകൾ ഇട്ട് തുടങ്ങണം. കാരണം നിങ്ങളുടെ സ്കിന്ന്, അതായത് നിങ്ങളുടെ നില നമ്മുടെ എല്ലാ സ്കിന്നിനും 30 വയസ്സിന് ശേഷം പ്രായമാകാൻ തുടങ്ങുന്നതിൻ്റെ ഒരു സയൻസ് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പേ നിങ്ങളുടെ സ്കിന്നിനെ കെയർ ചെയ്യുകയാണെങ്കിൽ എന്ന് യുവത്വം നിലനിർത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ എടുത്തേക്ക് നമ്മൾ തക്കാളിയാണ്. അപ്പോൾ ലാർജ് പോസ് കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ കരിവാളിപ്പ് കുറയ്ക്കാനും സ്കിന്നിനെ വൈറ്റൻ ചെയ്യാനും സോഫ്റ്റ് ചെയ്യിക്കാനും തക്കാളി ഉപകാരപ്പെട്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് തക്കാളി കൊണ്ടുള്ള മാസ്ക് നോക്കാം. നമ്മളിവിടെ തക്കാളിയാണ് മെയിനായിട്ട് എടുത്തേക്കുന്നത്. ഞാനിതിൻ്റെ ഒരു ഹാഫ് തക്കാളിയായിട്ടോ എടുത്തേക്കുന്നത്. അതായത് ഒരു തക്കാളിയുടെ ഹാഫ് പോർഷൻ മതി നമുക്ക്. നിങ്ങൾക്ക് ആ ഹാഫ് പോർഷൻ ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് മെയിനായിട്ട് ആഡ് ചെയ്തേക്കുന്നത് അല്പം പഞ്ചസാരയാണ്, 1/2 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഫേസിലെ ബ്ലെമിഷസും കറുത്ത പാടുകളും അതുപോലെ തന്നെ ആക്നി മാർക്സ് ഫേസിലുണ്ടാവുന്ന എല്ലാ പ്രോബ്ലത്തിനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹണി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിലേലും സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനിതുപോലെ റബ്ബ് ചെയ്താണ് കൊടുക്കുന്നത്. ഭയങ്കരമായിട്ട് സമയമെടുത്താണ് ഞാൻ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ സമയമെടുത്ത് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പം ശരീരത്തിലൊരു ഡ്രസ്സിലൊന്നും വീഴാതിരിക്കാൻ ഒന്നെങ്കിൽ ഒരു ഷാൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പഴയ ടീഷർട്ട്സോ ഡ്രസ്സോ യൂസ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. കാരണം നമ്മുടെ ദേഹത്ത് നന്നായിട്ട് ഇത് വീഴും കേട്ടോ. അപ്പം ഇതിൻ്റെ ജ്യൂസാണ് നന്നായിട്ട് വീഴുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് വീഴാതിരിക്കാനായിട്ട് മെസ്സി ആവുന്നതുകൊണ്ട് നന്നായിട്ട് വേറെ ഏതെങ്കിലും പഴയ ഡ്രസ്സ് യൂസ് ചെയ്യാം. അത് ഇതുപോലെ സമയം എടുത്തിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിനെ ഭയങ്കരമായിട്ട് വൈറ്റൻ ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. ടാനായിട്ടിരിക്കുന്ന സ്കിന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ടാൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ആയി കിട്ടുന്നതാണ്. ഇത് നല്ല ഒരിതാണ്. നിങ്ങൾക്കിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. ഒരു മടിയും കൂടാതെ ഇത് നിങ്ങൾക്ക് റബ്ബ് ചെയ്യുന്നത്. അതിൽ നിന്ന് നന്നായിട്ട് തക്കാളിയുടെ ജ്യൂസ് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് ഇറങ്ങും നമ്മൾ റബ്ബ് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആരും കണ്ണിൽ ഉപയോഗിക്കരുത്. ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഈ കുഞ്ഞുള്ളത് കൊണ്ട് ഇങ്ങനെ കണ്ണിൻ്റെ തടങ്ങളിൽ നന്നായിട്ട് കറുപ്പ് വീഴുന്നുണ്ട്, എനിക്ക് ഉറക്കക്കുറവ് കാരണം. അപ്പോൾ കണ്ണേലൊന്ന് അപ്ലൈ ചെയ്തു, പക്ഷേ എനിക്ക് നേരിട്ടൊരു രക്ഷയില്ലായിരുന്നു. അതാണ് നിങ്ങൾ ആദ്യം കണ്ട വിഷ്വൽ. അതുകൊണ്ട് ആരും കണ്ണിൻ്റെ പോർഷനിൽ യൂസ് ചെയ്യാതിരിക്കുക. നമുക്കിങ്ങനെ തന്നെ ലീവ് ചെയ്യാം കേട്ടോ. ഇതൊരു 20 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഹെവി ഡ്രൈ ആണ്, സെമി ഡ്രൈ ആയാൽ മതി. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴേലും പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ വാഷ് ചെയ്തപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നിങ്ങൾക്കൊരു വൈറ്റനിങ് കാണാം.
നന്നായിട്ട് നമ്മുടെ സ്കിന്നിലെ എല്ലാ എന്താ പറയുക പ്രോബ്ലംസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത്. 3 ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഫേസിന് സ്കിന്നിന് ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ? നിങ്ങളുടെ ടാൻസൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് ഉപയോഗിക്കാനും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ